പണ്ട് തേങ്ങാ മോഷണ കേസില് ഇവിടെ നിക്കക്കള്ളി ഇല്ലാതെ രായ്ക്കരാമാനും മുങ്ങിയവനാണ്. ഇപ്പൊ എവിടെ പോയി എന്തോ കഴിവ് കിട്ടിയെന്ന് പറഞ്ഞ ഇവിടെ വന്നേക്ക്. അങ്ങനെ അവന് കഴിവ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ അവനെ വെല്ലുവിളിക്കുന്നു, എന്നെ അവൻ ശപിച്ച് ഭസ്മമാക്കട്ടെ. അയ്യോ അത് വേണോ? എന്ത് അന്ധവിശ്വാസം വേണ്ട, നോക്ക് വിശ്വാസം. ഞാൻ വെല്ലുവിളിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് എനിക്കിന്നേ പറയാനുള്ളൂ, ഇപ്പം നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു അനാശാസ്യ പ്രവർത്തനം എന്ന് എന്നെ പറയണം. അതിനെ തുടച്ചു മാറ്റാൻ നിങ്ങളെല്ലാവരും നമ്മുടെ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഓരോപ്പ് നിങ്ങളെല്ലാവരും ഇടണം. അപ്പോൾ ഇനി നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാനായിട്ട് ആധികാരികമായിട്ട് സംസാരിക്കാനും നമ്മുടെ രാഘവേട്ടനുണ്ട്. അദ്ദേഹത്തിലേക്ക് ഞാൻ മൈക്ക് കൈമാറുകയാണ്. രാഘവേട്ട, രതീഷേ, അപ്പുറത്ത് ഒപ്പിട് മേടിക്കെല്ലാവരെയൊന്നും. വെല്ലുവിളി ഒഴിവാക്കായിരുന്നു. പ്രിയപ്പെട്ട നാട്ടുകാരെ, സുഹൃത്തുക്കളെ, നമ്മുടെ നാടിൻ്റെ ഒരവസ്ഥ വല്ലാണ്ടായിരിക്കുന്നു. ശാസ്ത്രചിന്തയോ യുക്തിചിന്തയോ ശാസ്ത്രബോധമോ നമ്മളിൽ നിന്ന് കൈമോശം വന്നിരിക്കുന്നു. അതുകൊണ്ടാണ് ഇത്തരം സിദ്ധന്മാർ നമ്മുടെ നാടിൽ അടിഞ്ഞുകൂടി നമ്മുടെ നാടിൻ്റെ സംസ്കാരത്തെയും സ്വഭാവത്തെയും ഒക്കെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ശാസ്ത്രീയമായി ചിന്തിക്കുകയും എല്ലാത്തിലും യുക്തി കണ്ടെത്തുകയും ചെയ്യുകയാണെങ്കിൽ, പഠിക്കുകയാണെങ്കിൽ നമ്മൾ ഇത്തരം ബാധ ഒഴിപ്പിക്കുന്ന സിദ്ധന്മാരെ വിശ്വാസത്തിലെടുക്കില്ല. മനുഷ്യന് വിശ്വാസം ആവശ്യമാണ്. പക്ഷേ ഇത്തരം അന്ധവിശ്വാസങ്ങൾ മനുഷ്യനെ കാടത്തത്തിലേക്കാണ് നയിക്കുന്നത്. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മനുഷ്യൻ കൊന്നു തിന്നുന്ന ഒരവസ്ഥയിലേക്ക് നമ്മളെ നാട് എത്തിയിരിക്കുന്നു. അതുകൊണ്ട് സാധാരണക്കാരോട് ഞാൻ പറയുന്നത്, നമ്മൾ ഏത് നാട്ടിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ഒളിച്ചോടി പോയ പലരും സിദ്ധവേഷം അണിഞ്ഞുകൊണ്ട് ഇവിടെ വന്ന് നമ്മളെ കബളിപ്പിക്കുന്നത് വളരെ പരിതാപകരമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ ഇങ്ങനെ ആണോ ഈ രാജ്യത്തെ നയിക്കാൻ പോകുന്നത്? എത്ര സിദ്ധന്മാരാണ് ഈ കേരളത്തിൽ ഇപ്പൊ വന്നിട്ട് തമ്പടിച്ചിരിക്കുന്നത്? അവരെന്തൊക്കെയാണ്? അതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്, നമ്മൾ ചെറിയ രീതിയിൽ നമ്മളെ ഗ്രാമത്തിൽ ഇത്തരം അനാചാരങ്ങൾക്കെതിരായിട്ട്, അന്ധവിശ്വാസങ്ങൾക്കെതിരായിട്ട് പോരാടാൻ തയ്യാറായി വരണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ ഈ ഒപ്പ് ശേഖരണ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നീ ഒപ്പിടാനുള്ളവരൊക്കെ വരണേ, ഒപ്പിടണേ. കുറച്ചു പേരൊന്നും ഒപ്പിട്ടില്ലാന്ന്. ഇങ്ങാടൊന്നും വന്നിടൂല, നമുക്ക് അങ്ങോട്ട് പോയി ഇടിച്ചൂടെ? നമുക്ക് ആ വർഗീസുകാരൻ്റെ വീട് വരെ ചെല്ലാം. കൈകാലം തളർന്നു കിടക്കുമല്ലോ. കയ്യും കാലം നല്ല ഓർമ്മയുണ്ടല്ലോ അയാൾക്ക്. തളർച്ചയിലും നാടിന്റെ ഒപ്പം ക്യാപ്ഷൻ ഫേസ്ബുക്കിൽ ഇട്ടൂടെ?